നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ശിശുക്ഷേമ സമിതി അധ്യക്ഷനെ പുറത്താക്കുമെന്ന് മന്ത്രി കെ ശൈലജ. ശിശുക്ഷേമ സമിതിക്കും വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിനുമെതിരെ പ്രതിഷേധം ശക്തം. പുതുതായി തുടങ്ങുന്ന ബസ് ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ ആദ്യ പരിഗണന പെരിക്കല്ലൂരിന്. കെഎസ്ആർടിസിയുടെ നീല ബസ്സുകൾ അടുത്ത മാസം. ചാലിഗദ്ദയിൽ കാട്ടാനയാക്രമണത്തിൽ നാട്ടുകാരൻ കൊല്ലപ്പെടുകയും ഉപരോധമടക്കം പ്രതിഷേധം അരങ്ങേറുകയും ചെയ്യുമ്പോൾ സ്ഥലം എംഎൽഎ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് ആരോപണം. തോട്ടം കാത്തുസൂക്ഷിച്ച് തൊഴിലാളികൾ. ചെമ്പ്ര എസ്റ്റേറ്റ് അടുത്തയാഴ്ച തുറക്കുമെന്ന് പ്രതീക്ഷ. കരാറുകാരന്റെ അനാസ്ഥ. തിരുനെല്ലി ആശ്രമം പാലം പണി മുടങ്ങി. കൊടുംചൂടിൽ കുളിരു പകർന്ന ജില്ലയിൽ പരക്കെ വേനൽമഴ. വേനൽമഴ തുടർന്നേക്കുമെന്ന് സൂചന. വേനൽമഴയും പുൽപ്പള്ളിയെ അവഗണിച്ചു. വാർത്തകൾ വിശദമായി. കൊട്ടിയൂർ പീഡനക്കേസ് മറച്ചുവെച്ചുവെന്ന ആരോപണം നേരിടുന്ന വയനാട് ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ ഫാദർ തോമസ് തേരകത്തെ ഉടൻ പുറത്താക്കുമെന്ന് മന്ത്രി കെ ശൈലജ. സമിതി അംഗം സിസ്റ്റർ ബെറ്റിയെയും പുറത്താക്കും. ഇതു സംബന്ധിച്ച് തിങ്കളാഴ്ച ഉത്തരവുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അതിനിടെ പീഡനം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിക്കും വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് എതിരെയും പ്രതിഷേധം ശക്തമായി. സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തികൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ ശുദ്ധി പാലിക്കണമെന്ന് KCYM മാനന്തവാടി രൂപത അഭിപ്രായപ്പെട്ടു. ശുദ്ധി പാലിക്കാത്തവരെ ഒറ്റപ്പെടുത്തുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് KCYM ആവശ്യപ്പെട്ടു. കൊട്ടിയൂർ സംഭവത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും മാനന്തവാടി രൂപതാ നേതൃത്വവും സ്വീകരിച്ച നിലപാടിനെ KCYM സ്വാഗതം ചെയ്തു. അതേസമയം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സഭയ്ക്കെതിരെ മാധ്യമങ്ങൾ ദുഷ്പ്രചരണങ്ങൾ നടത്തരുതെന്നും KCYM ആവശ്യപ്പെട്ടു. വയനാട് CWC ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ സ്ഥാനത്തുനിന്നും പുറത്താക്കണമെന്ന് DYFI SFI ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു. വൈത്തിരി ദത്തെടുക്കൽ കേന്ദ്രം ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്യണമെന്നും ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് യുവമോർച്ച നാളെ CWC ഓഫീസ് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ പീഡനത്തിലെ പ്രതിയെ സഹായിക്കാൻ CWC ചെയർമാൻ നടത്തിയ ശ്രമം അന്വേഷിക്കണമെന്നും അധികാര ദുർവിനിയോഗം നടത്തിയവർക്കെതിരെ പോസ്കോ പ്രകാരം കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ശിശുക്ഷേമ സമിതി ചെയർമാൻ രാജിവെക്കണമെന്നും തെളിവുകൾ നശിപ്പിക്കൽ ശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും കേസെടുക്കണമെന്നും BJP ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. SYS ജില്ലാ നേതൃത്വവും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് MSFന്റെ നേതൃത്വത്തിൽ ഇന്നലെ കളക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു. കേസന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നും സംഭവത്തിൽ വൈദികന്റെ കൂട്ടുപ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ഇവരിൽ ചിലർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് സൂചന. 12ഓളം പ്രതികളുള്ളതിൽ ചിലർ ഒളിവിൽ പോയത് പോലീസിന് തലവേദനയായിട്ടുണ്ട്. പോക്സോ നിയമവും ബാലനീതി നിയമവും പ്രകാരമുള്ള കേസായതിനാൽ മുൻകൂർ ജാമ്യം ലഭിക്കാനിടയില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. പെരിക്കല്ലൂരിൽ KSRTC ബസ് സ്റ്റേഷൻ തുടങ്ങുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. ഈ ആവശ്യമുന്നയിച്ച് ജനകീയ സമിതി നൽകിയ നിവേദനത്തിലാണ് മന്ത്രിയുടെ ഉറപ്പ്. പുതുതായി തുടങ്ങുന്ന ബസ് ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ ആദ്യ പരിഗണന പെരിക്കല്ലൂരിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് 1 ഏക്കർ വീതം സ്ഥലം മുള്ളൻകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയും ഗ്രാമപഞ്ചായത്തും നൽകും. ഇപ്പോൾ പള്ളിയുടെ സ്ഥലത്താണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. ദിവസം പ്രതി 18ഓളം ബസ്സുകളാണ് മുള്ളൻകൊല്ലിയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. ബസ് സ്റ്റേഷൻ വരുന്നതോടെ കോർപ്പറേഷന്റെ ദേശസാൽകൃത റൂട്ടായ പെരിക്കല്ലൂരിൽ നിന്ന് കൂടുതൽ സർവീസുകൾ തുടങ്ങാൻ കഴിയും. കളക്ടറേറ്റിൽ ജനകീയ സമിതിയുമായി നടന്ന ചർച്ചയിൽ MLAമാരായ IC ബാലകൃഷ്ണൻ, CK ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം AN പ്രഭാകരൻ, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ബെന്നി, ജാൻസി ജോസഫ്, KSRTC ബോർഡ് അംഗം ശിവരാമൻ, സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി സുനിൽ, ഇടവക പ്രതിനിധികളായ പ്രിൻസ് അലുങ്കൽ, P. ജോണി തുടങ്ങിയവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജലസംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി KSRTC ബസ്സുകൾ നിറം മാറ്റുന്നു. ആകാശ നീല നിറത്തിലുള്ള ബസ്സുകളാണ് ഇതിനായി അണിയറയിൽ ഒരുങ്ങുന്നത്. മലപ്പുറം എടപ്പാളിലെ ബോഡി നിർമ്മാണ യൂണിറ്റിൽ 8 ബസ്സുകളാണ് നിർമ്മിച്ചത്. ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചായിരിക്കും KSRTCയുടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ. ആകാശ നീല നിറം പൂശിയ 8 ബസ്സുകളാണ് എടപ്പാളിൽ ബോഡി നിർമ്മാണം പൂർത്തിയാക്കിയത്. ജലസംരക്ഷണ സന്ദേശങ്ങൾ എല്ലാ ജില്ലകളിലും എത്തിക്കുന്ന വിധത്തിലായിരിക്കും ഈ ബസ്സുകളുടെ പെർമിറ്റ് ക്രമീകരിക്കുക. ഈ മാസം തന്നെ ബസ്സുകൾ പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്.
ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി IC ബാലകൃഷ്ണൻ MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലയെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ഇതുമൂലം ജില്ലയിലെ കർഷകർ ഏറെ ദുരിതം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പരിഹാരം കാണുന്നതിന് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ച ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം നൽകും. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പാർട്ടി കൺവെൻഷൻ വിളിച്ചു ചേർത്ത് പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാടിച്ചിറയിൽ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു IC ബാലകൃഷ്ണൻ. വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായിരുന്നു. ജോസഫ് പെരുവേലി, വിൻസെന്റ് ചൂനാട്ട്, തോമസ് പാഴുക്കാല, TN ജോർജ്, KN രമേശൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചു, അവരുടെ അഭിപ്രായം ചോദിച്ചു. അതിനുശേഷം DCC ഭാരവാഹികളെ മാത്രം യോഗം വിളിച്ചു, അവരുടെ അഭിപ്രായം ചോദിച്ചു. അതിനുശേഷം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ യോഗം മാത്രം വിളിച്ചു. BJPയുടെ വർഗീയതയെ ചുരുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ്. ഇപ്പോൾ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. CPM അക്രമരാഷ്ട്രീയം നടത്താനാണ് ശ്രമിക്കുന്നത്. വിലക്കയറ്റം മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുള്ളൻകൊല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KL പൗലോസ്. വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് PD സജി, AR രമേശൻ, ജോയി വാഴയിൽ, തോമസ് പാഴുക്കാല എന്നിവർ സംസാരിച്ചു. ഗോവയിലോ ഉത്തർപ്രദേശിലോ മണിപ്പൂരിലോ ഉത്തരാഖണ്ഡിലോ BJP എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ? എവിടെയാ BJP നേരിടാൻ CPM ഉള്ളത്? ഇന്ത്യ മഹാരാജ്യത്തോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ BJP നേരിടാൻ ദേശീയ തലത്തിൽ മറ്റൊരു പാർട്ടിയുണ്ടോ? കാട്ടാനയാക്രമണത്തിൽ പാൽവെളിച്ചം ചാലിഗദ്ദയിൽ മരണപ്പെട്ട ശശിയുടെ കുടുംബം തേങ്ങുമ്പോൾ സ്ഥലം MLA വീട്ടിലിരിക്കുകയായിരുന്നു എന്ന ആരോപണം. ഉപരോധമടക്കം പ്രതിഷേധം അരങ്ങേറുമ്പോൾ പ്രശ്നത്തിൽ ഇടപെടാതിരുന്ന MLA മാപ്പ് പറയണമെന്ന് മണ്ഡലം കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും കുടുംബവും സമൂഹവും വിങ്ങിപ്പൊട്ടുകയും ചെയ്യുമ്പോൾ മണ്ഡലം MLA വീട്ടിലുണ്ടായിട്ടും സംഭവസ്ഥലത്ത് തിരിഞ്ഞു നോക്കാത്തതിൽ തൃശ്ശിലേരി മണ്ഡലം കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധിച്ചു. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സബ് കലക്ടറെയും നാട്ടുകാർ തടഞ്ഞുവെച്ച പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടു. റോഡ് ഉപരോധം ഉൾപ്പെടെ അരങ്ങേറിയിട്ടും ജനങ്ങളെ നിയന്ത്രിക്കാനോ ചർച്ചയിൽ പങ്കെടുക്കാനോ വരാതെ വീട്ടിലുണ്ടായിരുന്ന MLA OR കേളു നാടിനോടും വോട്ടർമാരോടും മാപ്പ് പറയണമെന്ന് തൃശ്ശിലേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റഷീദ് പറഞ്ഞു. 66 കോടി രൂപയുടെ ഫെൻസിംഗ് വേലിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടും നിർമ്മാണം തുടങ്ങാൻ പോലും MLA പരിശ്രമിക്കുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. INTUC പ്രസിഡന്റ് ഷിനോജ് ഷംസീർ എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം MLA ആവാത്ത സമയത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നിൽ നിൽക്കുകയും MLA ആയ ശേഷം ഇത്തരം ജനങ്ങളോടുള്ള കടമ മറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് അത്യന്തം പ്രതിഷേധകരമാണെന്ന് പറയാം. ന്യൂസ് ബ്യൂറോ, കാട്ടിക്കുളം. ചെമ്പ്ര എസ്റ്റേറ്റ് സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ ഉടമകൾ ലോക്കൌട്ട് ചെയ്തിട്ട് 5 മാസം കഴിഞ്ഞെങ്കിലും തേയില കൊളുന്തുനുള്ളി ജീവിതം തള്ളി നീക്കിയ തൊഴിലാളികൾ തോട്ടം ഇപ്പോഴും തോട്ടമായി തന്നെ നിലനിർത്തി പരിപാലിക്കുന്നു. വരും ദിവസങ്ങളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് ശക്തി വർദ്ധിച്ചു. 2016 ഒക്ടോബർ 27-നാണ് 320 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ചെമ്പ്ര എസ്റ്റേറ്റ് സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉടമകൾ ലോക്കൌട്ട് ചെയ്തത്. മറ്റ് ജീവന ഉപാധികൾ ഒന്നുമില്ലാതിരുന്ന തൊഴിലാളികൾ സ്വന്തം നിലയിൽ തോട്ടം ഏറ്റെടുക്കാൻ നിർബന്ധിതരായി. നവംബർ 30-ന് തോട്ടം തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ഇടയിളക്കൽ, വെള്ളം നനയ്ക്കലെല്ലാം സ്വന്തം നിലയിൽ ചെയ്തു. കൊളുന്തുനുള്ളി തമിഴ്നാട് മാർക്കറ്റുകളിൽ വിറ്റഴിച്ച് ജീവിതം തള്ളിനീക്കി. മാർച്ച് 1-ന് തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തോട്ടം തുറക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടു. 7-ാം തീയതിയോ 8-ാം തീയതിയോ ആ കാലാവധി അവസാനിക്കും. തോട്ടം തുറക്കുമെന്ന പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സ്വന്തമെന്ന പോലെ ചെമ്പ്ര എസ്റ്റേറ്റ് പരിപാലിക്കുകയാണ് അവിടുത്തെ 320ഓളം തൊഴിലാളികൾ. തേയിലച്ചെടികൾക്കൊപ്പം ജീവിക്കുകയും തേയിലക്കൊളുന്തുപോലെ ആഗ്രഹങ്ങൾ കരുപ്പിടിപ്പിക്കുകയും ചെയ്ത ആ ജീവിതങ്ങൾക്ക് തോട്ടം അധികൃതർ പച്ചവെളിച്ചം കാണിക്കുമോ എന്ന ആകാംക്ഷയിലാണ് വയനാട്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. കരാറുകാരന്റെ അനാസ്ഥ. തിരുനെല്ലി ആശ്രമം പാലം പണി മുടങ്ങി. 20 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന പാലമാണ് കരാറുകാരുടെ മത്സരം കാരണം ഇഴഞ്ഞു നീങ്ങുന്നത്. അടിയന്തരമായി പാലം പണി പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1 മാസം മുൻപ് പാലം പണി തുടങ്ങിയെങ്കിലും കരാറുകാരന്റെ അനാസ്ഥ മൂലം നിർമ്മാണം നിർത്തിയതോടെ നിരവധി പ്രദേശവാസികളാണ് ദുരിതമനുഭവിക്കുന്നത്.
2 കരാറുകാരുടെ തർക്കമാണ് നിർമ്മാണമിഴയാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. മഴക്കാലം വരും മുൻപ് പാലം പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ 200ഓളം കുടുംബങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനം എടുത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം പെട്ടുള്ള പരിപാടി ചെയ്യണം. എല്ലാ നാട്ടുകാർക്ക് ഒരു സാധനം എടുത്താൽ അക്കരയൊക്കെ പോകാൻ പറ്റില്ല, ഒരു വണ്ടി കിടക്കാൻ പറ്റില്ല. ആശുപത്രിയിലാണ് ഉള്ളത്. പാലപ്പണി പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടി. 2015-16 വർഷത്തിൽ തിരുനെല്ലി പഞ്ചായത്ത് 20 ലക്ഷം വകയിരുത്തിയാണ് തിരുനെല്ലി ആശ്രമം സ്കൂളിന് സമീപം 2 മാസം മുൻപ് പാലം പണി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനന്തൻ നമ്പ്യാർ ഇടപെട്ടാണ് കഴിഞ്ഞ ദിവസം കരാറുകാരൻ സ്ഥലത്ത് മെറ്റലിറക്കിയത്. പാലം കോൺക്രീറ്റിന് നിലവാരം കുറഞ്ഞ സിമന്റാണ് ഉപയോഗിക്കുന്നതെന്നും ആരോപണമുണ്ട്. വയനാട് ന്യൂസ്, കാട്ടിക്കുളം. പനമരത്ത് അവശ്യനിലയിൽ കണ്ടെത്തിയ വൃദ്ധനെ വൃദ്ധസദനത്തിലെത്തിച്ചു. ആശ്രയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെക്രട്ടറി കെ പോക്കു, പനമരം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി കെ സി സഹദ്, സാമൂഹിക പ്രവർത്തകനായ ടി ഖാലിദ് എന്നിവർ ചേർന്നാണ് ആരോരുമില്ലാത്ത വൃദ്ധനെ വൃദ്ധസദനത്തിലെത്തിച്ചത്. നേരത്തെ പനമരത്തും പരിസര പ്രദേശങ്ങളിലും ചെറിയ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടായിരുന്നു ഇദ്ദേഹം നിത്യച്ചെലവ് കഴിഞ്ഞിരുന്നത്. കൃഷ്ണേട്ടനാണ് ഇദ്ദേഹം. ഇപ്പം ഒരു 2-3 വർഷമായി ജോലിയും ചെയ്യാൻ കഴിയാതെ ഇവിടെ പീഡിയത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത്. അദ്ദേഹത്തെ ബത്തേരിയിലെ മൈ ഹോം എന്ന് പറയുന്ന വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതിലൂടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നില്ല. ഒരുപാട് സുപരിചിതനാണ് പനമരത്തിന്റെ. ഈ ടൗണിലെ ബസ് സ്റ്റാൻഡിൽ എപ്പോഴും കാണുകയും അതോടൊപ്പം തന്നെ ഈ ഹൈസ്കൂൾ റോഡിന് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 2 വർഷമായിട്ട് യാതൊരു വയ്യ ആണ്, ജോലി ചെയ്യാൻ കഴിയില്ല. ആ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് ഇതുവരെ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ അദ്ദേഹത്തെ ഈ മൈ ഹോം സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ അവരെ തയ്യാറായി വന്നിട്ടുണ്ട്. ആധാരം സ്വയം എഴുതി രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ട് 8 മാസമായി. സംസ്ഥാനത്ത് 200 പേർ മാത്രമാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത്. ആധാരം എഴുത്ത് എന്നത് ഒരു ഫോം പൂരിപ്പിക്കലായി ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത പലർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. ആധാരമെഴുത്തുകാർ ചെയ്യുന്നതുപോലെ നീട്ടിവളച്ച് എഴുതേണ്ട ആവശ്യം ഇവിടെയില്ല. രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിലുള്ള ഫോം പൂരിപ്പിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിൽ 19 തരം ആധാരങ്ങളുടെ കോപ്പിയുണ്ട്. അത് PDF ആയി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പ്രസക്ത ഭാഗങ്ങൾ പൂരിപ്പിക്കുക മാത്രമേ വേണ്ടൂ. അതുമായി രജിസ്റ്റർ ഓഫീസിൽ പോയി ആധാരം രജിസ്റ്റർ ചെയ്യാം. ആധാരത്തിൽ കാണിക്കുന്ന വിലയുടെ ശതമാനക്കണക്കനുസരിച്ച് എഴുത്തുഫീസ് നൽകേണ്ടതില്ല. കേരളത്തിൽ അനുമതി ലഭിച്ച ശേഷം 200 പേർ മാത്രമാണ് ഈ സൗകര്യം ഉപയോഗിച്ചത്. ആധാരമെഴുത്തിന്റെ പുതിയ സാധ്യതയെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തന്നെ പറയാം. പരമ്പരാഗത പ്രമാണമെഴുത്ത് സമ്പ്രദായത്തിൽ നിന്ന് ആധുനിക കമ്പ്യൂട്ടർവൽകൃത ആധാരം തയ്യാറാക്കൽ രീതിയിലേക്ക് മാറാൻ ഇനിയും ജനങ്ങളുടെ മനസ്സ് പാകമായിട്ടില്ല. എഴുത്തുകാരുടെ തൊഴിൽ നഷ്ടത്തെ കരുതി പുതിയ സമ്പ്രദായത്തിന് വേണ്ടത്ര പരസ്യം നൽകുന്നില്ലെന്ന് വേണം കരുതാൻ. ഈ ആധാരമെഴുത്തിന് ഫീസില്ല. രജിസ്ട്രേഷൻ ഫീ മാത്രം നൽകിയാൽ മതിയാകും. ഇത്തരം കാര്യങ്ങളിൽ ആധാരമെഴുത്തുകാരുടെ സാക്ഷ്യങ്ങൾ ഇല്ലെങ്കിൽ എന്തോ കുഴപ്പം സംഭവിക്കുമെന്ന ഭയമാണ് പൊതുവെ. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. പുൽപ്പള്ളി ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് മദ്യം, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണത്തിലൂടെ പ്രതിരോധിക്കാനുള്ള ലയൺസ് ക്ലബിന്റെ ശ്രമം അഭിനന്ദനാർഹമാണെന്ന് IC ബാലകൃഷ്ണൻ MLA. പുൽപ്പള്ളി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. കോളനികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബോധവൽക്കരണ സെമിനാറുകളിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് ലഹരിയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് NU ബാബു അധ്യക്ഷനായിരുന്നു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ, NU ഉലഹന്നാൻ, NU വിൽസൺ, പ്രസന്നകുമാർ തോമസ്, ഷാജൻ ചെറിയിൽ എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇനിയും ഗ്രാമാന്തരങ്ങളിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ആദിവാസികൾ മുഴുവനും മദ്യപാനികളെന്ന് സമൂഹം വിലയിരുത്തുന്നത് ഞാൻ എതിർക്കും. അവരൊരിക്കലും മുഴുവനും മദ്യപാനികളല്ല, അങ്ങനെ ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷേ മദ്യപാനം മാത്രമല്ല, നമ്മൾ ചില ചൂഷണത്തിനും ഇരയാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറയുകയുണ്ടായി, പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 രൂപ അനുവദിച്ചാൽ അവർക്ക് 85 പൈസയെങ്കിലും അവരുടെ കയ്യിലേക്ക് കിട്ടണമെന്ന്. കൊടും ചൂടിന് അറുതി വരുത്തി ജില്ലയിൽ ഇന്നലെ പരക്കെ വേനൽ മഴ ലഭിച്ചു. വരും ദിവസങ്ങളിലും മഴ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അമ്പലവയലിൽ അറിയിച്ചു. 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് വയനാട്ടിൽ വേനൽ മഴ ലഭിച്ചത്. കൊടും ചൂടിൽ വാടിയും കരിഞ്ഞും നിന്ന കുരുമുളക് വള്ളികൾക്കാണ് വേനൽമഴ ഏറെ ആശ്വാസമായത്. ഒരാഴ്ച മുമ്പ് മഴ കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ പൂവിട്ട് കരിഞ്ഞ കാപ്പിക്ക് വലിയ ഗുണമായേനെ.
കാട്ടുതീ നാമ്പുകളെ ഒറ്റപ്പെയ്ത്തിൽ ഇന്നലത്തെ രാത്രി മഴ അടക്കി. വേനലിന്റെ മൂർധന്യത്തിൽ കാട്ടുതീ വയനാടൻ വനമേഖലയ്ക്കും വന്യജീവികൾക്കും വലിയ ഭീഷണി സൃഷ്ടിച്ചിരുന്നു. കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി താലൂക്കുകളിൽ മിക്കയിടത്തും മഴ ലഭിച്ചു. അമ്പലവയൽ, പടിഞ്ഞാറത്തറ തുടങ്ങി വരൾച്ചയുടെ പിടിയിലായിരുന്ന പ്രദേശങ്ങളിൽ വേനൽമഴ ആശ്വാസമായി. വരും ദിവസങ്ങളിലും മഴ തുടർന്നേക്കുമെന്ന സൂചന വലിയ ആശ്വാസമാണ് നൽകുന്നത്. കൃഷിയിടങ്ങളിൽ മഴ ഇടനനയുടെ ഫലം ചെയ്തെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവിൽ വലിയ കുറവ് വരുത്താനും മഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് കർണാടക അതിർത്തിയോട് ചേർന്ന പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, ചീരാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചില്ല. പൊതുവെ മേഘാവൃതമാണ് ജില്ലയുടെ അന്തരീക്ഷം. ശരാശരി പകൽച്ചൂട് 30 ഡിഗ്രി സെൽഷ്യസായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ഒരു മഴ പെയ്തെങ്കിൽ എന്ന പ്രാർത്ഥനയാണ് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലയിൽ. ജലത്തിന് കീഴുകയാണ് അതിർത്തി ഗ്രാമങ്ങൾ. ശക്തമായ വേനൽ ചൂടിൽ കർണാടകയോട് ചേർന്ന വയനാടൻ അതിർത്തി ഗ്രാമങ്ങളിലെ കൃഷികൾ കരിഞ്ഞുണങ്ങി. കബനി തീരങ്ങളിലെല്ലാം വെള്ളക്ഷാമം രൂക്ഷമാണ്. കിണറുകൾ മിക്കതും വറ്റി. കബനി തീരത്തോട് ചേർന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കൃഷിയിടങ്ങളെയാണ് വരൾച്ച കാര്യമായി ബാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലെ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ശക്തമായ വെയിലേറ്റ് കാപ്പിയും കുരുമുളകുമടക്കം കരിഞ്ഞുകഴിഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ 10,000ങ്ങളുടെ കൃഷിനാശം പല കർഷകർക്കുമുണ്ടായി. 2004 പുൽപ്പള്ളി മേഖലയിലുണ്ടായ ശക്തമായ വരൾച്ചയിൽ വൻ കൃഷിനാശവുമുണ്ടായിരുന്നു. ഇതേ അവസ്ഥ ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. അന്നത്തേതിന് സമാനമായ കാലാവസ്ഥയാണ് ഇപ്പോൾ. വേനലിന്റെ കാഠിന്യത്താൽ ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ചെറുതോടുകളിലും വെള്ളമില്ല. കബനിപ്പുഴയിലും നീരൊഴുക്ക് കുറഞ്ഞു. കഴിഞ്ഞയാഴ്ച മരക്കടവിൽ പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ചിരുന്നു. 2 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനായിരുന്നു ഇത്. പുഴയുടെ ഈ ഭാഗത്ത് മാത്രമാണ് അല്പമെങ്കിലും വെള്ളം കെട്ടിനിൽക്കുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കടുത്ത വരൾച്ചയിലും ജലസമൃദ്ധിയുമായി കാട്ടിക്കുളം ചേലൂർ മണ്ണുത്തോട്. വനവൃക്ഷങ്ങൾക്കിടയിലായതുകൊണ്ട് തോടിനെ ഇതുവരെ വരൾച്ച ബാധിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിലും കടുത്ത വേനലിലും നാടാകെ വരണ്ടുണങ്ങുന്ന സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ മണ്ണുണ്ടിത്തോട് ആശ്വാസമാകുന്നത്. ജനവാസ കേന്ദ്രത്തിന് സമീപം 1 കിലോമീറ്ററോളം നിറഞ്ഞു തുളുമ്പുന്ന ജലസ്രോതസ്സാണ് നിരവധി നാട്ടുകാരും ഒട്ടനവധി വന്യജീവികളും കടുത്ത വരൾച്ചയിൽ ആശ്രയിക്കുന്നത്. 2000 ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചെക്ക് ഡാമാണിത്. മണ്ണും കല്ലും വന്നടിഞ്ഞ് തൂർന്ന നിലയിലായിരുന്നു ഇതുവരെ. എന്നാൽ ചുട്ടുപൊള്ളുന്ന കടുത്ത വേനലിൽ നാട്ടിൽ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളം ലഭിക്കാതെ വന്നപ്പോഴാണ് പ്രദേശവാസികളും വനംവകുപ്പും ചേർന്ന് ഡാം വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കിയത്. 3 മാസം മുൻപ് ഒഴുകുന്ന വെള്ളം കെട്ടിനിർത്താൻ തയ്യാറായത് ഇപ്പോൾ പ്രദേശവാസികൾക്കും വന്യജീവികൾക്കും ഏറെ ആശ്വാസമേകുകയാണ്. നാട്ടിലും വനങ്ങളിലുമായി നിരവധി തോടുകളും അരുവികളും ഒഴുകിപ്പോകുന്നുണ്ട്. സമൂഹം ഒത്തൊരുമിച്ച് ജലസ്രോതസ് സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്ന് വാർഡംഗമായ EK ഗോപി പറഞ്ഞു. കാട്ടുവൃക്ഷങ്ങളുടെ തണലിലൂടെ ഒഴുകിവരുന്ന ചെറിയ കൈത്തോട്ടിലാണ് ഇങ്ങനെ ജലസമൃദ്ധി. ചതുപ്പുനിലങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാനും സമൂഹം ഒരുങ്ങണമെന്നും ഗോപി പറഞ്ഞു. വയനാട് ന്യൂസ്, കാട്ടിക്കുളം. നെന്മേനി പഞ്ചായത്ത് വരിക്കേരി കോളനിയിലെ ഊരു വിദ്യാകേന്ദ്രം പാഠ്യേതര പ്രവർത്തനങ്ങളെ വ്യത്യസ്ത രീതിയിൽ സംയോജിപ്പിച്ച് വേറിട്ട മാതൃകയാവുന്നു. പഠന പ്രവർത്തനങ്ങൾക്കപ്പുറം ഗോത്ര വിദ്യാർത്ഥികളുടെ സഹജമായ താളബോധം ആവിഷ്കരിക്കാൻ ഉണങ്ങിയ കവുങ്ങിൻ പാള ഉപയോഗപ്പെടുത്തിയ അധ്യാപകൻ സബിന്റെ കലാബോധവും ശ്രദ്ധേയമായി. പണിയ വിഭാഗത്തിൽപ്പെട്ട 30 വിദ്യാർത്ഥികളാണ് വരിക്കേരി കോളനിയിലെ താരങ്ങൾ. ഊരു വിദ്യാകേന്ദ്രത്തിന് തുടക്കമിട്ടത് ഇപ്പോൾ അവിടെ അധ്യാപകനായ സബിൻ തന്നെയാണ്. 6 മാസക്കാലത്തോളം ശമ്പളമോ മറ്റ് പ്രതിഫലമോ ഇല്ലാതെ ആദിവാസി ബാല്യങ്ങളെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കാൻ സബിൻ യത്നിച്ചു. പിന്നീട് നെന്മേനി ഗ്രാമപഞ്ചായത്തും SSAയും സബിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 37 കുട്ടികളോടത്തോളം വരാൻ തുടങ്ങി. പിന്നെ ആദ്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല. എങ്കിലും എൻ്റെ ഒരു സന്തോഷം, ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ മരം നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി നടേണ്ടത് കൊടുങ്കാട്ടിലല്ല, മറിച്ച് എവിടെയാണോ മരുഭൂമി എവിടെയാണോ അവിടെ കൊണ്ടുപോയി നടണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുമ്പോഴേ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഞാനും അങ്ങനെയൊന്നേ സങ്കല്പിച്ചിട്ടുള്ളൂ. ധനപരമായിട്ടൊന്നും ഞാൻ അപ്പോൾ ഒന്നും കണക്കാക്കിയിട്ടില്ല. എൻ്റെ കുട്ടികൾ, ഇവിടെ ഈ കോളനീൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ആദ്യം തൊട്ടേ ഞാൻ ഈ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പേര് ഈ കവണ പറിച്ചും ഈ മരത്തിൽ കൂടെ കയറിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യണമെന്ന്. അതിനിപ്പോൾ ഒരു പ്രായമായപ്പോൾ അതിനൊരു ഭാഗ്യം കിട്ടി. ഗോത്രവിഭാഗം വിദ്യാർത്ഥികളിൽ സഹജമായി നിലീനമായിരുന്ന തുടിയുടെ താളം തിരിച്ചറിഞ്ഞ സബിൻ
അത് ആവിഷ്കരിക്കാനും ഉറപ്പിച്ചു കൊടുക്കാനും ഉപാധികൾ തേടി. അങ്ങനെയാണ് ആദിവാസികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ വിദ്യ ഉപയോഗിച്ച് പഠനേതര പ്രവർത്തനമായി പാളയിൽ തുടിയുടെ താളമേളങ്ങൾ പരിശീലിപ്പിച്ചത്. എ.പി. ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. നാഷണൽ ആയുഷ് മിഷനും കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ കൌൺസിലിംഗ് ക്ലാസ് നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അസ്മത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പടയൻ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A.T. സുരേഷ് പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക റോസമ്മ ടീച്ചർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ലിൻജോ തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ശിശുക്ഷേമ സമിതി അധ്യക്ഷനെ പുറത്താക്കുമെന്ന് മന്ത്രി KK ശൈലജ. ശിശുക്ഷേമ സമിതിക്കും വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിനുമെതിരെ പ്രതിഷേധം ശക്തം. പുതുതായി തുടങ്ങുന്ന ബസ് ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ ആദ്യ പരിഗണന പെരിക്കല്ലൂരിന്. KSRTCയുടെ നീല ബസ്സുകൾ അടുത്ത മാസം. ചാലിഗദ്ദയിൽ കാട്ടാനയാക്രമണത്തിൽ നാട്ടുകാരൻ കൊല്ലപ്പെടുകയും ഉപരോധമടക്കം പ്രതിഷേധം അരങ്ങേറുകയും ചെയ്യുമ്പോൾ സ്ഥലം MLA വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് ആരോപണം. തോട്ടം കാത്തുസൂക്ഷിച്ച് തൊഴിലാളികൾ. ചെമ്പ്ര എസ്റ്റേറ്റ് അടുത്തയാഴ്ച തുറക്കുമെന്ന് പ്രതീക്ഷ. കരാറുകാരന്റെ അനാസ്ഥ. തിരുനെല്ലി ആശ്രമം പാലം പണി മുടങ്ങി. കൊടുംചൂടിൽ കുളിരു പകർന്ന ജില്ലയിൽ പരക്കെ വേനൽമഴ. വേനൽമഴ തുടർന്നേക്കുമെന്ന് സൂചന. വേനൽമഴയും പുൽപ്പള്ളിയെ അവഗണിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.